അപ്പോൾ ഹലോ ഗൈസ്, നമ്മളൊരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സ്ക്വാഡ് ബിൽഡിംഗ് നമ്മൾ ചെയ്യണത്. അതിന് കാരണം നമ്മൾ സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയതിന് ശേഷമാണ് ഈ വിദേശ താരത്തെ നമ്മൾ സൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിദേശ താരത്തെ കൂടി സൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അതൊരു സെൻട്രൽ ബാക്ക് ആകുമെന്ന്. അപ്പോൾ ആൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കേരളം അണിനിരത്താവുന്ന 2 ഫോർമേഷൻ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ 2 ഫോർമേഷനും രൂപപ്പെടുത്തുന്നത് 4-2-3-1 എന്ന ഫോർമേഷനിൽ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 11 നിന്ന് നമ്മൾ 2 മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ സെൻറ്റർ ബാക്കായ ഹോർമിപ്പാമിന് പകരം നമ്മൾ ഒമറിനെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ സെൻറ്റർ മിഡ്ഫീൽഡറായ വിദേശ താരമായ ഹെർണാണ്ടസിന് പകരം നമ്മൾ അവിടേക്ക് റൗളിൻ ബോർജസ് അല്ലെങ്കിൽ ഡാനിഷിനെ ആഡ് ആക്കണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയി കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർമേഷനാണ് ഇത്. നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് 3 വിദേശ താരങ്ങളെ അറ്റാക്കിങ്ങിൽ ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്ക്വാഡാണിത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് ശൈലിയിലുള്ള ഒരു കളി നമ്മൾ കൊൽക്കത്തയ്ക്കെതിരെ, അതായത് മോഹൻ ബഗാനെതിരെ കളിക്കുമെന്നൊരു ഉറപ്പില്ല. കാരണം നമ്മൾ മിക്കവാറും നല്ല ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു നിരയെ തന്നെയായിരിക്കും ഇറക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ വരുത്തിക്കണ വേറൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കളിയിൽ IMF ഡാനിഷായിരുന്നു. അപ്പോൾ ആൾക്ക് പകരം നമ്മൾ അവിടേക്ക് റൂസിനെ കൊണ്ടുവന്നു. റൈറ്റ് വിങ്ങിലേക്ക് നമ്മൾ കോറോസിങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആളിപ്പോൾ മോഹൻ ബഗാനിലേക്ക് പോകുമെന്നൊക്കെ റൂമർ ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ വെസ്റ്റ് 11 ആൾ ഉൾപ്പെടുത്താണ്ടിരുന്നത്. അപ്പോൾ ആൾ നമ്മൾ റൈറ്റ് വിങ്ങറാക്കി. കഴിഞ്ഞ സ്ക്വാഡിൽ റൈറ്റ് വിങ്ങറായിട്ട് നമ്മൾ റൂസിനെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ആളെ AMF ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. അപ്പോൾ ഈ സ്ക്വാഡ് ഒന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കീപ്പർ നോറ, റൈറ്റ് ബാക്ക് അമൈ, സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ഉമറും അതുപോലെ തന്നെ ബികാഷും, ലെഫ്റ്റ് ബാക്കിൽ ഐബൻ, അതുപോലെ തന്നെ DMF ആയിട്ട് ബിപിൻ മോഹനൻ, സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് റൗളിൻ ഓർ ഡാനിഷ്, AMFൽ റൂസ്, ലെഫ്റ്റ് വിങ്ങറായിട്ട് കെവിൻ, റൈറ്റ് വിങ്ങറായിട്ട് കോറോ, അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡായിട്ട് വിക്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ വെസ്റ്റ് സ്ക്വാഡ്. അതായത് ഇപ്പോൾ അറ്റാക്കിംഗ് ആയിട്ട് കൊൽക്കത്തയ്ക്കെതിരെ കളിക്കണമെങ്കിൽ ഈ ഒരു സ്ക്വാഡിൽ ഇറങ്ങാനായിരിക്കും സാധ്യത. അപ്പോൾ ഇനി നമ്മൾ സ്ക്വാഡ് 2ലേക്ക് വരണമെങ്കിൽ ഇതിൽ വരുത്തിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഹെർണാണ്ടസിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആളെ കൊണ്ടുവരുന്നതോട് കൂടി നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചും കൂടി ശക്തമാകും. അപ്പോൾ നമ്മൾ വരുത്തിക്കണ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ AMF ആയിട്ട് ഡാനിഷിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവന്നു. റൂസിന് നമ്മൾ സബ്ബാക്കിക്കണ്. അപ്പോൾ അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഡാനിഷ്. അതിന് പുറമെ ലെഫ്റ്റ് വിങ്ങറായ കെവിൻ ഓൾറെഡി ടീമിൽ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ വിക്ടർ ഫോർവേഡായിട്ടുണ്ടാവും. അപ്പോൾ മോഹൻ ബഗാനെതിരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കണമെങ്കിൽ ഹെർണാണ്ടസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മധ്യനിര കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സ്ക്വാഡ് ബിൽഡിങ്ങാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെവിനെ മാറ്റിക്കൊണ്ട് അവിടേക്ക് നമ്മുടെ നിഹാൽ സുധീഷിനെ കൊണ്ടുവന്ന് അപ്പോൾ AMFലേക്ക് തിരിച്ച് റൂസിനെയും കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിഫെൻസീവായിട്ട് കളിക്കുമ്പോഴും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ നല്ല രീതിയിൽ കളിക്കണമെങ്കിലും ഇങ്ങനൊരു ഫോർമേഷനോ ഒരു ബിൽഡിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാവും. അപ്പോൾ സ്ക്വാഡ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ മാറ്റം വരുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അത് നമ്മൾ ഹെർണാണ്ടസിനെ ആഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ AMFൽ നിന്ന് റൂസിനെ മാറ്റി ഡാനിഷിനാക്കി. റൈറ്റ് വിങ്ങിൽ കോറോനിട്ടു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ടീമിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതായത് ഇപ്പോൾ സ്ക്വാഡ് 1 ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, സ്ക്വാഡ് 2 ആണോ? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറഞ്ഞോ. അപ്പോൾ നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടൊക്കെ ഒരു കമൻറ്റ് നിങ്ങളുടെ എവിടെ മാറ്റം വരുത്തണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ആക്കിയിട്ട് വീഡിയോയിലിട്ടോ. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ബികാശിനെ സെൻറ്റർ ബാക്കിൽ നിന്ന് മാറ്റാത്തത്. ആളിപ്പോൾ നമ്മുടെ നിലവിലെ ക്യാപ്റ്റനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഹോർമിപ്പാമ നല്ലൊരു സെൻറ്റർ ബാക്കാണ്. നമ്മളുടെ ഈ സ്കോഡ് വെച്ചിട്ട് മോഹൻ ബഗാനെ പോലത്തെ ഒരു ടീമിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ അവസാനത്തെ 4 കളിയിൽ നിന്ന് 26 ഗോൾ അടിച്ചുകൊണ്ടാണ് മോഹൻ ബഗാൻ വരുന്നത്. ലോബേറാണ് അവർ കോച്ച്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ പറയുക ഈ ടീമും വെച്ചിട്ട് അവർക്കെതിരെ ജയിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്കോഡ് 1 ആണോ 2 ആണോ ഇഷ്ടപ്പെട്ടതെന്നും പറയുക. അപ്പോൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.